എല്ലാ സുഹൃത്തുക്കൾക്കും ആത്മീയയാത്രയുടെ പുതിയ എപ്പിസോഡിൽ ഹാർദമായ സ്വാഗതം. നമ്മൾ എല്ലാം ഒരു സ്വപ്നത്തിൽ നിന്ന് വേറൊരു സ്വപ്നത്തിലേക്ക് ഉണർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പം നമ്മൾ രാത്രിയിൽ സ്വപ്നം കാണുന്നുണ്ട്. രാത്രിയിലെ സ്വപ്നത്തിൽ നമ്മളൊരു കഥാപാത്രമാണ്. നമ്മൾ ആ സ്വപ്നം കാണുമ്പം നമ്മൾ ആ സ്വപ്നമാണെന്ന് നമ്മൾ അറിയുന്നില്ല. യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് നമ്മൾ ഇടപെടുന്നതും. നമ്മളൊരു റൂമിൽ കിടക്കുകയാണെങ്കിൽ ആ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ അനേകം സിറ്റികളിലും ടൗണിലും പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നു. ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതെല്ലാം യാഥാർത്ഥ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഉണരുമ്പോൾ വേറൊരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഉണരുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. അവിടെ ആ സ്വപ്നത്തിന് കുറച്ചുകൂടി യാഥാർത്ഥ്യം കൈവന്നിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആ സ്വപ്നത്തെ നമ്മൾ പറയുന്നത് ജാഗ്രത എന്നാണ്. കാരണം അവിടെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടിട്ടും കണ്ടിട്ടും കേട്ടിട്ടും രുചിച്ചിട്ടും അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ യാഥാർത്ഥ്യമാണെന്ന് ചിന്തിക്കുന്നു. അപ്പം ഈ സ്വപ്നത്തിൽ നിന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് വേറൊരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഉണരുന്നത് എന്ന് മനസ്സിലാവുന്നപ്പോൾ ഈ സ്വപ്നങ്ങളെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതെല്ലാം സ്വപ്നമാണ് എന്ന് മനസ്സിലാവുന്നത്. ആ സാക്ഷിയായി നിൽക്കുന്നതിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴാണ് ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അപ്പം അതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-4 വയസ്സാകുമ്പോഴാണ് ഒരു കുഞ്ഞിന് തിരിച്ചറിവ് ലഭിക്കുക. ആ തിരിച്ചറിവ് ലഭിക്കുന്നത് എപ്പോഴാണ് കുഞ്ഞ് താനൊരു വ്യക്തിയാണോ എന്നും താനൊരു മനുഷ്യക്കുഞ്ഞാണോ എന്നൊക്കെ തിരിച്ചറിയുന്ന സമയത്താണ്. പക്ഷെ അത് ആത്മാവ് പ്രവേശിക്കുക എന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു സുഹൃത്ത് എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് ആണ് ഞാനിവിടെ വായിക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചൈതന്യം അഥവാ ആത്മാവ് വ്യഷ്ടി രൂപത്തിലായിരിക്കും. ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ബോധവാനാണ്. ജനിച്ചുടനെ അമ്മയുടെ മുലപ്പാൽ തേടിപ്പിടിച്ചു കുടിക്കുന്നു. കുഞ്ഞിന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് ഈശ്വര ചൈതന്യം അഥവാ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് കുഞ്ഞിൽ അടങ്ങിയിരിക്കുന്നു. അതുതന്നെയാണ് ശുദ്ധബോധവും. തിരിച്ചറിവും വ്യഷ്ടിബോധവും തമ്മിൽ ബന്ധമില്ല. ഇതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള കമൻറ്റ്. നമ്മളതിന് വ്യക്തമായ മറുപടി ഒരു ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് പറയാം. നമ്മുടെ മറുപടി ഇങ്ങനെയാണ്: ഓരോ കുഞ്ഞിൻ്റെ ജന്മവും പ്രകൃതിയുടെ ജന്മം തന്നെയാണ്. അതായത് ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും പ്രകൃതി തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈശ്വരൻ തന്നെയാണ് ഏതൊരു ജീവിയായും ജനിക്കുന്നതെന്ന് തർക്കമില്ല. ഭൂമിയിൽ ജനിക്കുന്ന ഏത് കുഞ്ഞായാലും മനുഷ്യൻ്റെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ ഏതുമാകട്ടെ, അത് ജനിച്ചുടനെ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി പരതുന്നത് നമുക്ക് കാണാം. അത് പ്രകൃതി ഓരോ കുഞ്ഞിനും നൽകുന്ന സഹജാവബോധമാണ്, ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്.
ഏത് കുഞ്ഞാണെങ്കിലും, ഇപ്പോൾ ഒരു പട്ടിക്കുഞ്ഞാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞാണെങ്കിലും ജനിച്ച ഉടനെ അതിൻ്റെ വിശപ്പോ ദാഹമോ മാറ്റാൻ മുലപ്പാൽ പരുതുന്നത് അല്ലെങ്കിൽ മുല പരുതുന്നത് കാണാം. അപ്പോൾ മുല കുടിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് പരുതുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞിട്ട് അത് വ്യഷ്ടിബോധമാണ്, അത് വ്യക്തിബോധമല്ല, അത് സഹജാവബോധം, അതായത് ഇൻസ്റ്റിക്റ്റാണ്, അത് ബേസിക് ഇൻസ്റ്റിക്റ്റാണ്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റിക്റ്റ് ഏത് മനുഷ്യനാവണമെന്നില്ല, ഈ ഭൂമിയിലുള്ള ഈ സർവ്വചരാചരങ്ങളിൽ ഏതിനായാലും അതിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനും അതിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് അതിനുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞ് മുലപ്പാൽ തേടുന്നത്. അതാണ് കൊടുത്തിട്ടുള്ള മറുപടി. അല്ലാതെ അത് കുഞ്ഞിൻ്റെ വ്യക്തിബോധമല്ല, അതാ വ്യഷ്ടിബോധമല്ല. വ്യഷ്ടിബോധം എന്നാൽ താൻ ഒരു വ്യക്തിയാണ് എന്നും താനൊരു മനുഷ്യനാണെന്നും മറ്റുള്ളവരിൽ നിന്നും വേറിട്ടുള്ളൊരു വ്യക്തിത്വം തനിക്കുണ്ട് എന്നുള്ളതുമാണ്. വ്യഷ്ടിബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിബോധം മനുഷ്യന് മാത്രമേ ഉള്ള ഒരു കഴിവാണ്. അതായത് അവബോധം ഉള്ള മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വ്യക്തിബോധം അഥവാ വ്യഷ്ടിബോധം. താനൊരു ഇൻഡിവിജ്വൽ ആണെന്നും താൻ മറ്റുള്ള വ്യക്തിയിൽ നിന്നും മറ്റുള്ള വസ്തുക്കളിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ടെന്നും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഞാനെന്ന അഹങ്കാരം മനുഷ്യന് മാത്രമേ ഉള്ളതാണ്. അതിനെയാണ് നമ്മൾ അവെയർനെസ്, അവബോധം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനും അത് ജനിക്കുമ്പോൾ തന്നെ വ്യക്തിബോധം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു പൈതലിന് അതിന് വ്യക്തിബോധം ഉണ്ടാവില്ല, അതിന് സഹജാവബോധം ഉണ്ടാവും. അമ്മയെ, അതിൻ്റെ പരിപാലിക്കുന്ന അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ബേസിക് ആയിട്ട് ഉണ്ടാവും. അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. അത് മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിബോധം ഉണ്ടാവുന്നില്ല. ആ കുഞ്ഞ് വളരുമ്പോഴാണ് വ്യക്തിബോധം, ഞാനെന്ന അഹങ്കാരം വളരുന്നത് കുഞ്ഞ് വളരുമ്പോഴാണ്. അപ്പോൾ 3-4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും താനൊരു അതൊരു മനുഷ്യ കുഞ്ഞാണ്, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്, തനിക്കൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട് എന്നൊക്കെ, തനിക്കൊരു പേരുണ്ട്, അല്ല അച്ഛനും അമ്മയും ഒരു പേര് നൽകി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. പിന്നെ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. ആ ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു ബാർബർ ഷാപ്പ്, സലൂൺ, അതായത് നമ്മൾ മുടിയൊക്കെ വെട്ടുന്ന ഒരു സലൂൺ. സാധാരണ സലൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ചുറ്റുവട്ടിലും സൈഡിലും എല്ലാം മുകളിലും താഴെയൊക്കെ ആയിട്ട് കണ്ണാടി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സലൂൺ. അങ്ങനെ ഒരു സലൂണിലേക്ക് ഒരു നായ പ്രവേശിക്കുന്നു. അബദ്ധവശാലൊരു നായ കയറി വരികയാണ്. നായ വന്നപ്പോൾ ഉടനെ നായ കാണുന്നത് അനേകം നായകൾ, എത്രയാണോ കണ്ണാടി വെച്ച് അതിൻ്റെ പ്രതിബിംബം സൈഡും 2 മിററൊക്കെ എല്ലാ ഇമേജും കൂടി നോക്കിയപ്പോൾ അനേകം നായകളുണ്ട്, തന്നെതിരെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നായ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ നായകളും കുരയ്ക്കുന്നു. അപ്പോൾ ഈ നായ മനസ്സിലേക്ക് അനേകം നായകൾ എന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടാണ് നായക്ക് മനസ്സിലാവുന്നത്. അതായത് അതിൻ്റെ പ്രതിബിംബമാണെന്ന് അതിന് തിരിച്ചറിയുന്നില്ല. ആ നായക്ക് കാണുന്നത് ഈ പ്രതിബിംബമാണ് എന്നുള്ള തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന് എന്തില്ല, വ്യക്തിബോധമില്ല, അതിന് തിരിച്ചറിവില്ല. താനൊരു വ്യക്തിയാണ്, മറ്റുള്ള ഇതിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണെന്നുള്ള വ്യക്തിബോധം ഇല്ലാത്തത് കൊണ്ടാണ്, ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് അതൊരു തൻ്റെ പ്രതിബിംബങ്ങളൊക്കെ കാണുമ്പോൾ അത് വേറൊരു പട്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ആ പട്ടി പോയ ശേഷം ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് കയറി വരുന്നു, ആ സലൂണിലേക്ക് കയറി വരുന്നു. അപ്പോൾ ആ സലൂണിൽ കയറി വരുന്ന നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ട് അയാൾ നല്ല കയറി വരികയാണ്, മുടിയൊക്കെ ചെയ്യാൻ വേണ്ടി കയറി വരുന്നു. അപ്പം അയാൾ നോക്കുന്നത് ഒരുപാട് പൊസിഷൻസിൽ അയാളെ പിക്ചർ കാണുകയാണ്. അപ്പോൾ അയാൾ ആനന്ദ നിർവൃതിയാടുകയാണ്. കാരണം ഇത്ര അയാളെ ബാക്ക് കാണുന്നത്, പിന്ന് കാണുന്നത്, സൈഡ് കാണുന്നുണ്ട്, ഫ്രണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഭയങ്കരമായ ആനന്ദം. അയാൾ അവിടെ പ്രതികരിക്കുന്നില്ല. അയാൾ പ്രതികരിക്കുന്നത് എന്താണ്, അയാൾക്കറിയാം തൻ്റെ പ്രതിബിംബമാണ് താൻ ഈ കണ്ണാടിയിലൂടെ കാണുന്ന അനേക രൂപങ്ങൾ കാണുന്നതെല്ലാം
ഞാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ആ ആർക്കുണ്ട്? ആ മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ട്, ചെറുപ്പക്കാരനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. താൻ മനുഷ്യനാണെന്നും ഒരു വ്യക്തിയാണെന്നും എന്നതാണെന്നും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതേസമയത്ത് ഒരു മൃഗത്തിനും താൻ നായയാണെന്നോ പട്ടിയാണെന്നോ അല്ലെങ്കിൽ ആനയാണെന്നോ ഉള്ള കഴിവ് അതിനില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിബോധം അല്ലെങ്കിൽ അവബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റു ജീവികൾക്കുള്ളത് സഹജാവബോധമാണ്. സഹജാവബോധം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ അതിന് ജീവിക്കാനും ഭക്ഷണം തേടാനും പ്രജനനം നടത്താൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്താനുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബോധം, സഹജബോധം മാത്രമേ ഉള്ളൂ. അത് അവബോധമായി വളർന്നുള്ളത്, ബോധം അവബോധമായിട്ട് നിലനിൽക്കുന്നത് മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ വീണ്ടും ആ അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് തന്നെ നോക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെയൊക്കെ കാരണത്തെ നമ്മൾ ഇപ്പം മനുഷ്യന് എന്തുകൊണ്ടാണ് അവബോധം ഉള്ളത് കൊണ്ടാണ് തൻ്റെ സൃഷ്ടിക്ക് ഒരു കാരണമുണ്ട് എന്ന്, അതായത് ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് സൃഷ്ടാവ് ഉണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള ചിന്ത വരുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനിൽ അവബോധം നിലനിൽക്കുന്നുണ്ട്, അവെയർനെസ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് നമ്മൾ എഴുതിയുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് ബാക്കിയുള്ള ഭാഗം ഞാൻ വായിക്കാം. ഇനി അപ്പോൾ നമ്മൾ നോക്കിയാൽ ആ കാരണത്തെയാണ് സാധാരണഗതിയിൽ മനുഷ്യൻ പറയുന്നത്. ആ കാരണത്തെ, അതായത് തൻ്റെ സൃഷ്ടിക്ക് കാരണമായ കാരണത്തെ ആണ് മനുഷ്യൻ, ആ കാണാത്ത കാരണത്തെയാണ് മനുഷ്യൻ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരാണ് ഈശ്വരൻ എന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ മുകളിൽ പറഞ്ഞ സുഹൃത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ മനസ്സിലുദിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈശ്വരൻ ആരാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനെയാണ് ഞാൻ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സംശയങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. അതായത് അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധമാണ് ആത്മാവ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ആത്മാവ് എന്ന് പറഞ്ഞാൽ അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധമാണ് ആത്മാവ്. ഇനി അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖണ്ഡിക്കാത്തത് എന്നാണ്. ഒരിക്കലും ഖണ്ഡിക്കാത്തതിനെയാണ് നമ്മൾ അഖണ്ഡം എന്ന് പറയുക. നിശ്ചല എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്. ആത്മാവ് ഒരിക്കലും ചലിക്കുന്നില്ല, ആത്മാവിനെ ഒരിക്കലും ഖണ്ഡിക്കാൻ കഴിയില്ല. നിശ്ചല നിസ്സംഗ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് സംഘം ചെയ്യാത്തത്, ഒന്നിനോട് ചേരാത്തത്, ഒന്നിലും ചേരാത്തത്. അതാണ് നമ്മൾ പറയുന്നത് നിസ്സംഗ ബോധം എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്മയായിട്ടുള്ളത്, ഞാൻ ഉണ്ട് എന്നുള്ള സ്വയം അറിയുന്ന അറിവുള്ള ഉള്ള വസ്തുവിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. അത് ആത്മാവിന് മാത്രമേ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനൊരു അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധം നമ്മളൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ആത്മാവ് ഒരിക്കലും ശരീരത്തോട് ചേരുകയോ സംഘം ചേരുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം ആത്മാവിൽ തന്നെ നിലനിൽക്കുന്ന സങ്കല്പമായ ഈശ്വരനിലാണ്. അത് ഞാൻ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ആത്മാവിൻ്റെ അവ്യക്ത സങ്കല്പമാണ് ഈശ്വരൻ. ആ സങ്കല്പമായ ഈശ്വരന്റെ മനസ്സാണ് വിശ്വമനസ്സ്. അതായത് നമ്മൾ കാണുന്നത്, ഈ പ്രകൃതിയായി പ്രപഞ്ചമായി കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈശ്വരൻ എന്താണ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അവ്യക്തമായ സങ്കല്പമാണ് ഈശ്വരൻ. അതായത് അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സങ്കല്പമാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ടായി നിലനിന്ന് പറയുന്ന സങ്കല്പം. അതായത് ഉണ്ടായതുപോലെ, ഉണ്ടായി നിലനിന്ന് പറയുന്ന ഉണ്ടായതുപോലെ, ശരിക്കും അദ്വൈത അനുഭവത്തിൽ പറയുകയാണ്, ഉണ്ടായതുപോലെ, നിലനിന്നതുപോലെ, മറഞ്ഞതുപോലെ തോന്നുന്ന സങ്കല്പം. ആ സങ്കല്പം മാത്രമാണ് പ്രപഞ്ചം.
അതായത് ഈശ്വരന്റെ അതായത് അതപ്പം നമ്മൾ പറഞ്ഞ ഈശ്വരന്റെ മനസ്സിനെയാണ് നമ്മൾ വിശ്വമനസ്സ് അല്ലെങ്കിൽ സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത്. ആ സമഷ്ടി മനസ്സിലാണ് എന്തുണ്ടാകുന്നത്? പ്രപഞ്ചം വിടർന്നു നിൽക്കുന്നത്. ആ സമഷ്ടി മനസ്സിൽ വിടർന്ന പ്രപഞ്ചത്തിലെ ഒരു ജീവനാണ് ഓരോ മനുഷ്യനും. ആ ജീവനാണ് സമഷ്ടി മനസ്സിൽ നിന്ന് കടമെടുത്തുള്ള വ്യക്തിഗത മനസ്സായിട്ട് നിലനിൽക്കുന്നത്. ആ വ്യക്തിയായാണ് ഞാനെന്ന അഹങ്കാരത്തിൽ നിലനിൽക്കുന്ന ഓരോ വ്യക്തിയും. ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്, ഞാനൊരു പ്രത്യേക മനുഷ്യനാണ്, എനിക്ക് പ്രത്യേക ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ ഇന്ന വിഭിന്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് കുടത്തിൽ നിൽക്കുന്ന സൂര്യൻ, അല്ലെങ്കിൽ കുടത്തിൽ നിൽക്കുന്ന സമുദ്രജലം. ആ സമുദ്രജലത്തിന്റെ പുളിയൊക്കെ ഉണ്ടാവും, പക്ഷെ സമുദ്രമാവില്ല. അതേപോലെയാണ് ഓരോ വ്യക്തിഗത മനസ്സും. അപ്പൊ നമ്മൾ നോക്കുക, അടുത്തത് ഞാൻ പറഞ്ഞ അഖണ്ഡ നിശ്ചല നിസ്സംഗമായ ബോധമായ ആത്മാവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് ആത്മാവിൻ്റെ തന്നെ സങ്കല്പമായി തോന്നുന്ന ഈശ്വരനിലാണ്. ഈശ്വരന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള പ്രകൃതി പ്രപഞ്ചത്തിൽ മാത്രമാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത്. അതായത് ശക്തിയെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് പരാശക്തിയാണ്. ആ പരാശക്തിയിലാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് ശക്തിയിലാണ്. പരാശക്തി എന്നാണ് നമ്മൾ അതിനെ പൊതുവായിട്ട് വിളിക്കുന്നത്. പരാശക്തിയിലാണ് എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത്. ആത്മാവിൽ ഒരു മാറ്റവും സംഭവിക്കില്ല, മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അഖണ്ഡ നിശ്ചല നിസ്സംഗ ബോധമാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സങ്കല്പമായ അവ്യക്ത സങ്കല്പമായ ഈശ്വരൻ നിന്നും ഈശ്വരന്റെ മനസ്സായിട്ടുള്ള വിശ്വമനസ്സ് അഥവാ സമഷ്ടി മനസ്സിലാണ് വിടർന്നു നിൽക്കുന്ന പ്രപഞ്ചത്തില്, ആ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിൽ നിൽക്കുന്ന അതിലൊരു ജീവനായിട്ടുള്ള മനുഷ്യനിലാണ് നമ്മൾ മനുഷ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവബോധമുണ്ട്. ആ അവബോധം ഉപയോഗിച്ച്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള അവബോധം എന്ന് പറയുന്നത് ടോർച്ചാണ്. തിരിച്ച് തൻ്റെ സോഴ്സിലേക്ക് നോക്കാനുള്ള കഴിവ്, ആ കഴിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവേഴ്സ് പരിണാമത്തിലേക്ക് നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനിലെത്തി, ഈശ്വരന്റെ വിശ്വമനസ്സിലെത്തി, വിശ്വമനസ്സിൽ നിന്ന് ഈശ്വരനിലെത്തി, അവ്യക്തമായ ഈശ്വരനിലെത്തി, അവിടെ നിന്ന് ആത്മാവിനെ അനുഭവിക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ജനനം മരണം എന്ന് പറയുന്നതൊക്കെ നാമരൂപങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സങ്കല്പമായിട്ടുള്ള ഈശ്വര മനസ്സിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ്. ആത്മാവുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ആത്മാവ് അതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് ഈ പ്രപഞ്ചത്തെയും ഈശ്വരനെയും എല്ലാം പ്രകാശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് ചൈതന്യം നൽകുന്നു. അപ്പൊ ചൈതന്യം എന്ന് പറയുന്നത്, ഒരു ജീവനിലെ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ വ്യക്തമായിട്ട് ഈശ്വരൻ എന്താണ്, വിശ്വമനസ്സ് എന്താണ്, സമഷ്ടി മനസ്സ് എന്താണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കും. ഇതിനെ വൈശരണം എന്ന് പറയും. ഇപ്പം നമ്മൾ സമഷ്ടി മനസ്സിന് വൈശരണം എന്ന് പറയും, അല്ലെങ്കിൽ സമഷ്ടി മനസ്സിന് ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയും. ഇതൊക്കെ വേദങ്ങളിൽ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് കൊടുത്തിട്ടുള്ള മറുപടി ഇതാണ്. അതായത് നമ്മുടെ ജനനം മരണവും എല്ലാം സങ്കല്പമാത്രമായിട്ടുള്ള സമഷ്ടി മനസ്സിൽ നടക്കുന്ന ഒരു പ്രഹസനം മാത്രമാണ്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് പരാശക്തിയിലാണ്. ആത്മാവിൽ ഒന്നും സംഭവിക്കുന്ന, ആത്മാവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് ഈ വീഡിയോൻ്റെ ചുരുക്കം. കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ അടുത്ത കാര്യങ്ങൾ പറഞ്ഞ് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.